പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. കോമഡി മാസ്റ്റേഴ്സിന്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡ് നമ്മളിവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം എല്ലാരും ഒന്ന് ആസ്വദിച്ചേ. ഭയങ്കര പീസ്ഫുൾ ആയിട്ടൊരു സൈലന്റ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ലേ? ഞാൻ ഒച്ച വെച്ചില്ലെങ്കിൽ കുറച്ചുകൂടെ സൈലന്റാ. എനിക്കൊന്ന് ആദ്യമായിട്ടാണ് തോന്നുന്നു ഇത്രയും പീസ്ഫുൾ ആയിട്ട് സമാധാനത്തോടെ, അതായത് ഒരു പ്രശ്നം ഇല്ലാണ്ട് നമ്മൾ ഇന്ന് പരിപാടി ആദ്യം തന്നെ തുടങ്ങാൻ പോകുന്നത്. ഇന്നും പ്രശ്നമുണ്ടോ? കണ്ടിട്ട് ഇവിടുത്തുകാരനാണെന്ന് തോന്നുന്നില്ല. എന്തായിരുന്നു ചോദിച്ചത്? അല്ല, ഈ വേഷം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കണ്ടിട്ട് ഇവിടുത്തുകാരനാണെന്ന് തോന്നുന്നില്ലെന്ന് വിചാരിച്ചു. എന്ത് തോന്നുന്നു? ചില ഈ ബിനാലെയും അല്ലെങ്കിൽ ചില ഫിലിം ഫെസ്റ്റിവലുകളും ചില ഫാഷൻ ഷോയൊക്കെ നടക്കുമ്പോൾ ആ പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകളെ സുലഭമായി ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. ഇവിടെ എങ്ങനെ ലഭിച്ചു എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സ്വാഭാവികം. അതൊന്നുമല്ല, മുടി വെട്ടാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് മുടി ഇങ്ങനെ വളർത്തിക്കൊണ്ട് നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ല വേറെ കാര്യം. നിങ്ങളൊക്കെ ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളല്ലേ? ഈ സമൂഹത്തിനോട് ഒരുപാട് പ്രതിബദ്ധതയുള്ള ആൾക്കാരല്ലേ? അതെ. അപ്പൊ നിങ്ങള് ചില വിഷയങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര മനോവിഷമമുണ്ട് കേട്ടോ. നമ്മള് ആരാണ് മാറ്റം ആഗ്രഹിക്കാത്തത്? ആരാണ്? ആരുമില്ല, എല്ലാരും ആരുമില്ല. വർഷങ്ങളായിട്ട് ഞാൻ ഈ ഫ്ലോറിൽ ഇവിടെ നിൽക്കുന്നു, നിങ്ങൾ അവിടെ ഇരിക്കുന്നു. ഞാനൊരു മാറ്റം ആഗ്രഹിക്കുന്നു. എന്നാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, ഞാൻ അവിടെ വന്നിരിക്കുന്നത്? ഞങ്ങള് അവിടെ ഇടയ്ക്കിടയ്ക്ക് നിൽക്കാറുണ്ട്. നമ്മളിപ്പോ ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോ എത്ര നേരം വേണേലും ഇവിടെ വന്നിരുന്നോളൂ. പക്ഷെ ഞാൻ അവിടെ ഇരിക്കാറില്ല. അതാണ് ഞാൻ പറഞ്ഞത്. മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് മാറ്റം ആഗ്രഹിച്ചിട്ട് ഞാൻ എന്റെ അപ്പനെ അമ്മയും ഉപേക്ഷിച്ചു. അമ്മയെ മാറ്റി കേട്ടോ. വൃദ്ധസാധനത്തെ കൊണ്ടാക്കിയോ? ഇല്ല. എന്നെ കണ്ടിട്ട് അത്ര ഒരു കഠിന ഹൃദയനാണെന്ന് തോന്നിയോ? പിന്നെ മാറ്റിന്ന് പറഞ്ഞു. വിളിക്കുന്നത് ഞാനൊക്കെ മാറ്റിയിട്ട് എന്തായി? പപ്പ മമ്മ ആക്കി. ഓ, അങ്ങനെ പേര് മാറ്റിയതുള്ളൂ. അപ്പൊ തന്നെ ജീവിതത്തിൽ ഒരു ഭയങ്കര മാറ്റം, വലിയ മാറ്റമാണ്. ആ മാറ്റത്തിന്റെ കിരികിരിപ്പിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. ഈ നമ്മുടെ ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളുടെയും പേരുകൾ മാറ്റേണ്ടതായിട്ടുള്ള ഇന്ത്യയുടെ സ്ഥലങ്ങളുടെ പേര് മാറ്റാൻ അത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഇന്ത്യ എന്ന് വേണോ ഭാരതം വേണോ എന്ന് തന്നെയുള്ള ചർച്ചകൾ. നമ്മള് എത്ര സ്ഥലങ്ങൾ മാറുന്നു. ബോംബെ മുംബൈ ആയി, ചെന്നൈ. നമ്മൾ ഇന്ന് അന്ന് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് നമ്മൾ തുടരുന്നത്. അപ്പൊ നിങ്ങൾ പറയുന്നത് കേരളത്തിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റം വരുത്തണമെന്നാണോ? സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടൊന്ന് മാറ്റി പിടിച്ചാലോ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവഹിതം പോലെ ഈ മനുഷ്യൻ എന്നെ വന്ന് സമീപിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളുടെ ഒപ്പീനിയനോട് അറിഞ്ഞിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് വൈറ്റില എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പം പണ്ട് ബ്രിട്ടീഷുകാരുള്ള സമയത്ത് ചിലപ്പം വെള്ളയില ഉണ്ടായിരിക്കാം, അല്ലേ സാർ? വൈറ്റില ഉണ്ടായിരിക്കാം. അതിനുശേഷം നമുക്ക് ഇത്രയും കാലഘട്ടമായിട്ട് വൈറ്റിലായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇപ്പൊ എന്താണ് വൈറ്റിലുള്ള ഒരു പ്രധാന വിഷയം എന്താണ് സാർ? ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അവിടുത്തെ ട്രാഫിക് പ്രശ്നമാണ്. ബ്ലോക്കാണ് പ്രശ്നം. നമുക്കെന്നാ പേര് മാറ്റിക്കളയാം. വൈറ്റിലെന്നുള്ള പേര് ബ്ലോക്കിലാന്നാക്കാം. എന്താണ് ബ്ലോക്കില്ല? വൈറ്റിലാണെന്ന് പറഞ്ഞാലും ബ്ലോക്കിലാന്ന് പറഞ്ഞാലും കറക്റ്റ്, രണ്ട് ശരിയാ, ഒരേ അർത്ഥം കറക്റ്റ് അല്ലേ? അതങ്ങനെ മിണ്ടുന്നില്ല. എന്താ ചരിത്രപരമായിട്ട് പറഞ്ഞു വരുമ്പോൾ ചരിത്രത്തിൽ ഈ കൂടുതൽ നെല്ലും വയലും ഒക്കെ ഉള്ള സ്ഥലം വരുന്നത്. അപ്പൊ ഈ വയലിന്റെ തല എന്ന് അർത്ഥം വരുന്ന രീതിയിൽ വയൽത്തല എന്ന് വന്നിട്ടാണ് ലാസ്റ്റ് അത് വൈറ്റിലയായിട്ട് മാറിയത്. അതാണ് ചരിത്രം. വയൽത്തല ലോപിച്ചാണ് വൈറ്റിലയായിട്ട് മാറിയത്. അല്ല, ഈ ചരിത്രം പഠിപ്പിക്കാൻ നീ ആരാണ്? നീ എന്നെ ചരിത്രം പഠിപ്പിക്കാൻ നിൽക്കണ്ട. ചരിത്രത്തിന്റെ താളുകൾ നീ ഏടുകൾ ഇങ്ങനെ തപ്പിപ്പോകേണ്ട കേസില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ സത്യമംഗലം കാട് എന്ന് പറയുന്ന ഒരു വനമുണ്ടല്ലോ, ഉണ്ടല്ലോ, പണ്ട് വീരപ്പനൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം. ആ സ്ഥലവും ഈ ചരിത്രമായിട്ട് എന്താണ് ബന്ധം? അവിടെ നടക്കുന്നത് എന്താണ്? ആനയുടെ കൊമ്പ് മോഷ്ടിക്കുന്നു, ആനയെ കൊല്ലുന്നു, കഞ്ചാവ് കൃഷി നടത്തുന്നു, അങ്ങനെ തടി മോഷ്ടിക്കുന്നു, കള്ളക്കടത്ത് നടക്കുന്നു. പക്ഷെ സത്യമംഗലം ഒന്നും ആ പേരുമായിട്ട് എന്തെങ്കിലും യോജിക്കുന്നു? ശരിയാണ് സാർ, സത്യമംഗലമായിട്ട് ഒരു ബന്ധമില്ല. അപ്പൊ ഈ ചരിത്രം പറഞ്ഞ് വളച്ചൊടിക്കേണ്ട ഇതിനെ. ശരി, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ മാറ്റാനുള്ള ഒരു പേര് എന്ന് പറഞ്ഞാൽ സാറേ, നമുക്ക് ഈ വൈറ്റിലേക്ക് അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലപ്പേരാണ്. അത് ചന്ദിരൂർ എന്നാണ് സ്ഥലപ്പേര്. ചന്ദിരൂർ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷെ അത് ബസ്സിൽ ടിക്കറ്റ് ഒക്കെ എടുക്കാൻ നേരത്തെ ടിങ് ടിങ് എവിടെ പോണ്ടെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചന്ദിരൂർ എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവര് ചിരിക്കുകയും ഒരു കളിയാക്കൽ പോലെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അങ്ങനെ സ്ട്രെസ് ചെയ്താൽ അങ്ങനെ കിട്ടും. അങ്ങനെയാണ് വേറൊരു ഇത് വരുന്നുണ്ട് ചന്ദിരൂര്. അപ്പൊ അതൊന്നും അതുകൊണ്ട് ചെറുതായിട്ട് അല്ലേ നിങ്ങൾ പറയുന്നത്? അത് മനസ്സിലൊരു ഈ കള്ളത്തരം വെച്ച് ചോദിക്കുന്നത് കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അതിപ്പോ നമ്മുടെ മറ്റേ ചന്ദിര നീ ഞങ്ങളെ എന്നൊക്കെ പറഞ്ഞ് പാടുമ്പോഴൊക്കെ ആ ഫീല് ചിലപ്പം അതാണോ കേട്ടത്? അങ്ങനെ വരുന്നുണ്ടല്ലേ? അങ്ങനെ നമുക്ക് ആ പേര് മാറ്റിക്കളയാം. മാഷ എങ്ങനെ അത് മാറ്റാൻ പറ്റും? അത് മാറ്റാൻ പറ്റും. നമുക്ക് ഇപ്പൊ ചന്ദിരൂർ എന്ന് പറയുന്നതാണ് പ്രശ്നമെങ്കിൽ നമുക്കതിനെ പുക്കളൂർ എന്നാക്കാം. പുക്കളൂർ ബാംഗ്ലൂരിനടുത്തുള്ള ഒരു സ്ഥലം പോലെ വിചാരിച്ചോളൂ അവര്. സുഖമല്ല സാറേ, അത് മാറ്റി വേറൊരു അവയവം എന്തെടുക്കാൻ പറ്റും നമുക്ക്? പിന്നെ ഇപ്പൊ നമ്മള് കരളൂരാക്കിയാലോ? കരളൂര് അത് അകത്തുള്ള ഇന്റേണൽ ഓർഗൻസ് പറ്റില്ല. ഇന്റേണൽ ഓർഗൻ ആണല്ലേ? പറ്റത്തില്ല. നല്ലൊരു പേര് ഞാൻ പറയട്ടെ.
കിഡ്നി. സിഡ്നി കിഡ്നിലൂർ. ഓസ്ട്രേലിയയിലുണ്ടല്ലോ. ഓസ്ട്രേലിയയിലുള്ള ഒരു സ്ഥലമാണ്. അത് സിഡ്നി. അത് വേറെ. ആ, അത് സിഡ്നി അല്ലേ? സിഡ്നി. സിഡ്നി ആണല്ലേ? ആ പിന്നെ അതും നടക്കുന്നില്ല. എന്നാ ഞാനൊരു പേര് പറയട്ടെ, മുഖരൂർ. മുഖരൂര്. മുഖരൂര് കുഴപ്പമില്ല. മുഖരൂർ മുഖരൂര് കുഴപ്പമില്ല. നല്ല 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 പേരാണ്. അപ്പൊ അത് നിങ്ങളുടെ ആ പ്രശ്നത്തിന് അവിടെ പരിഹാരമായിരിക്കാം. അതെ അതെ. അത് സെറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം മലയാള സിനിമയിൽ പല സെലിബ്രിറ്റീസും ജനിച്ചിരിക്കുന്ന സ്ഥലം അപ്പൊ പലതും പഴയ രീതിയിൽ തന്നെ കിടക്കണം. ഒന്നും ഒരു മാറ്റമില്ല. കോട്ടയത്ത് അയ്മനം വലിയ സെലിബ്രിറ്റി ജനിച്ചത് അയ്മനത്തല്ലേ ജനിച്ചത്? അല്ല കുണ്ട്ര. കുണ്ട്രയിലാണ് ജനിച്ചത്. ഇതേ കുണ്ട്ര ജനിച്ച ആളുണ്ട്. പാലക്കാട് കുഴൽമന്നത്ത് ജനിച്ച ആളുണ്ട്. അലീന എവിടെയാ ജനിച്ചത്? കോട്ടയത്താ. കോട്ടയത്ത് എവിടെ? കോട്ടയത്തിനും ചങ്ങനാശ്ശേരിക്കും ഇടയ്ക്കാ. അതെവിടെയാ? മാളികക്കടവ്. സാറ് ജനിച്ചത് എവിടെ? ഞാൻ പാലക്കാട് കുഴൽമന്നം. കുഴൽമന്നം. അപ്പൊ ഒരു ചില സമയത്ത് ഒരു മന്തിപ്പുണ്ട് മുഖത്ത്. ചെറുതായിട്ട് വരുന്നുണ്ട്. ഈ സ്ഥലങ്ങളുടെയൊക്കെ പേര് മാറ്റാൻ പോകണോ? അല്ല ഇപ്പൊ മമ്മൂക്കയുടെ സ്ഥലം മെഗാസ്റ്റർ മമ്മൂക്ക. മമ്മൂക്കയുടെ സ്ഥലം ചെമ്പെന്നാണ് സ്ഥലം. ചെമ്പ്. അതെ. ആ സ്ഥലപ്പേരൊന്ന് മാറ്റി പിടിക്കണം. ആ ചെമ്പ് ഒരുപാട് കാലം കഴിയുമ്പോൾ ക്ലാവ് പിടിക്കുമല്ലോ. എന്തായാലും മമ്മൂക്കെ പോലുള്ള ഒരു മഹാനടൻ ജനിച്ച സ്ഥലമാണ് ചെമ്പ്. അതെ. സ്വർണം ഇടാൻ പറ്റില്ല. എന്താ കാരണം എന്നറിയോ? ഈ സ്വർണത്തിൽ ചെമ്പ് ചേരുവയുണ്ട്. ഓ, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. അതെ അതെ. തങ്കം, തനി തങ്കം എന്തിടാം. ഓക്കെയാണല്ലോ. അതിൽ അപ്പൊ ചെമ്പ് ചേരുവയില്ല. അല്ല അത് മാത്രല്ല തങ്കം പോലത്തെ ഒരു മനുഷ്യനാണ് അദ്ദേഹം. മനുഷ്യനാണ്. അതുകൊണ്ട് തനി തങ്കം എന്നിരിക്കട്ടെ. ഓക്കെ. അതുപോലെ ലാലേട്ടന്റെ സ്ഥലമേ. ലാലേട്ടൻ പത്തനംതിട്ട ജില്ലയാണ്. ഞങ്ങളുടെ ജില്ലയാണ്. ഇലന്തൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതെ അതെ. അപ്പൊ ഇലന്തൂർ എന്നുള്ള ആ ഒരു പേര് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കിടപ്പുണ്ട്. എന്താണ് ഇലന്തൂരിന് എന്താണ് കുഴപ്പം? അല്ല ഇലന്തൂർ എന്നൊക്കെ പറയുമ്പോ ഒരു വേറൊരു ഫീൽ ഉണ്ട്. അതുകൊണ്ടാണ് ഇലന്തൂരിന് എന്താണ് ഒരു പ്രത്യേകത ഉള്ളത്? ചരിത്രപരമായിട്ടോ? ചരിത്രപരമായിട്ട് പറയുമ്പോ ഇല്ലങ്ങളുടെ ഊരെന്നുള്ളത് വെച്ചിട്ടാണ് അവർ ഇലന്തൂർ എന്നുള്ളത് ഇട്ടേക്കുന്നത്. ഓ ശരി. അത് വർഷങ്ങളായില്ലേ ഈ പേരൊക്കെ ഇട്ടിട്ട്. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ മാറ്റാൻ പറ്റും? അത് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ്. കാരണം ഇത് പണ്ടത്തെ ആളുകൾ ഇട്ട പേരുകളാണ്. അതൊക്കെ മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആണ്. എങ്കിലും നമുക്ക് മാറ്റം വേണം. അപ്പൊ ഇലന്തൂർ എന്നുള്ള പേര് നമുക്ക് പൂവന്തൂർ എന്നാക്കിയാലോ? പൂവന്തൂർ എങ്ങനെ ഉണ്ടാവും? പൂവന്ത ഇല മാറ്റിയിട്ട് പൂവാക്കിട്ടോ? ഇല മാറ്റിട്ട് നമ്മൾ പൂവാക്കുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല? ഇല്ല, നമുക്ക് മാറ്റി ഒന്നുകൂടെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ നമ്മൾ ആധുനിക യുഗമല്ലേ? അതെ അതെ. ഇലയൊക്കെ നമ്മൾ കളഞ്ഞിട്ട് വർഷങ്ങളായില്ലേ. ഇപ്പൊ ടിഷ്യൂ ആണല്ലോ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ടിഷ്യന്തൂർ എന്നാക്കിയാൽ എന്തെങ്കിലും ഉണ്ടാവും? ടിഷ്യന്തൂർ പിന്നെ കുഴപ്പമുണ്ടാവില്ല. വേറെ പോരായ്മയുണ്ട്. ഗുമ്മില്ല. ഒരു ഗുമ്മില്ല. ഗും ടിഷ്യന്തൂർ എന്നാക്കിയാലോ? ആ, അത് കുഴപ്പമില്ലല്ലോ. ഒരു കുമ്മട ചേർക്കാൻ പോട്ടെ. അതുപോലെ സാറേ അതങ്ങനെ അതങ്ങനെ പോട്ടെ. ലാലേട്ടൻ തീരുമാനിക്കട്ടെ. പിന്നെ പാലക്കാട് ജില്ലയിലെ പാലക്കാട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മുണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലം. മുണ്ടൂർ കാരണം അത് എന്താണ് ഈ പറയുന്നത്? മുണ്ടൂരാനാണോ പറയുന്നത്? സ്ഥലം എന്താണ്? മുണ്ടാണോ? എന്താ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ മുണ്ടൂരെ പാർവതി സാരസ്യാർന്ന് കേട്ടോ. അത് ഞാനും ഒരുപാട് കേട്ടിട്ടുണ്ട്. അതെ. അപ്പൊ ആ പേരിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പറയുന്ന ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ? മുണ്ടൂർ എങ്ങനെ മാറ്റാൻ പറ്റും? മുണ്ടൂർ നമുക്ക് മാറ്റാം. അതായത് ദിലീപേട്ടന്റെ തിളക്കം എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ. പിന്നെ അത് കാണാൻ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ ഓടി നടന്ന് മുണ്ടൂരുവാണ്. അതെ. അപ്പൊ അതിന് പ്രതിവിധി ചെയ്ത എന്താണ്? എന്തായിരുന്നു? ഇവിടെ ഒരു ശല്യം സഹിക്കാതെ വന്നപ്പോൾ പിന്നെ ആ ഗ്രാമത്തിലെ മുഴുവൻ ആൾക്കാരും പാൻറിട്ടു. അപ്പൊ പാൻറിടു എന്നാക്കാം. അത് ഓക്കെയാണോ? പാൻഡിഡൂർ. പാൻറിടു അല്ലേ? ഇതൊക്കെ അവിടുത്തെ നാട്ടുകാർ അംഗീകരിച്ചാൽ ഓക്കെയാ. അവരല്ലേ തീരുമാനിക്കണ്ടേ? നമ്മൾ വെക്കാണ് അവരുടെ മുൻപിൽ വെക്കുകയാണ്. അത് ഇവിടുന്ന് പോകുമ്പോ ഇവർക്ക് മനസ്സിലായിക്കോളും നാട്ടുകാരുടെ തീരുമാനങ്ങളൊക്കെ. അല്ല, അത് നിർബന്ധമില്ല. ഇവരൊരു സജഷൻ വെക്കുന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ അല്ലേ? ഞങ്ങളൊരു സജഷൻ വെക്കുന്നു. അതിന്റെ കാരണത്തിൽ 1.5 മാസം എയറിൽ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങള്. നിങ്ങൾ എവിടുന്നാ വരുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഞാനിപ്പോ താമസിക്കുന്നത് ചെളിക്കവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. എനിക്കറിയാം. വയറ്റില് ഞാൻ പത്തനംതിട്ട ജില്ല ചെളിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ചെളിക്കുഴി. അതിന് രണ്ടിനും അങ്ങനെ ചരിത്രപരമായ എന്തെങ്കിലും കാരണങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് നല്ല സ്ഥലങ്ങളാണ്, നല്ല ആളുകളാണ്, നല്ല സ്ഥലപ്പേരാണ്. നിങ്ങൾ അവിടെ ചെന്ന് താമസിക്കുമ്പോഴാണ് അതിന്റെ അർത്ഥം മാറിപ്പോകുന്നത്. നിങ്ങൾ അവിടെ നിന്ന് മാറി താമസിക്കും. ഞങ്ങള് ഒരു മാറ്റം അവർക്കും താല്പര്യം അവർക്കൊരു താല്പര്യം ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ചളിക്കൊക്കെ വേറെ അർത്ഥമായി പോകും. അപ്പൊ ഒരു മാറ്റം എല്ലാവർക്കും ആവശ്യമല്ലേ? ആവശ്യമാണ്. അപ്പൊ അവര് പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ ചെന്നതിന് ശേഷമാണ് അവര് ആ സ്ഥലത്തിന്റെ അർത്ഥം മാറിപ്പോയത്. സ്ഥലത്തിന്റെ അർത്ഥം മാറിപ്പോയതെന്നും നമ്മൾ ഇത്രയും നേരം ഇവിടെ അടിച്ചത് ചളിയാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ട് വെക്കുന്നത്. അതെനിക്ക് മനസ്സിലായി. ഒരു കാര്യം കൂടെ ഉണ്ട്. ഒരു മാറ്റം ഞാനും ആഗ്രഹിക്കുന്നു. ഒന്ന് മാറി തരുമായിരുന്നു. ഞാൻ ബാക്കി പരിപാടികളൊക്കെ എനിക്ക് സ്ഥലമില്ല. ചളിക്കവട്ടത്തോട്ട് വരുന്നു. അയ്യോ വേണ്ട, ആവശ്യമില്ല. ഉള്ള നാട്ടിൽ തന്നെ എനിക്ക് നല്ല രീതിയിൽ പിന്നെ അവര് പറഞ്ഞ പോലെ നമുക്ക് പരിഹാരമാകുന്ന നിലക്ക് നമുക്ക് അവിടെ നിന്നും മാറാം. ഞങ്ങളൊന്ന് അവിടെ നിന്നും മാറാൻ ശ്രമിക്കാം കേട്ടോ. അപ്പൊ ശരി. താങ്ക് യു. അല്ല ഓക്കെ. അതെ, കളി നിങ്ങളങ്ങ് കൊണ്ടുപോവാണെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പൊ കൊണ്ടുവന്ന് ഇട്ടിട്ടില്ലേ ഇവിടെ? ഞങ്ങൾ അടിച്ച ചളി ഞങ്ങൾ തന്നെ കോരിക്കൊണ്ട് പോകണം അല്ലേ? അതെ അതെ. അയ്യടാ, അതിച്ചിരി പൊളിക്കും. അപ്പൊ ഇവിടുത്തെ എഡിറ്റർക്ക് എന്താ പണി? അയാൾ ചെയ്യട്ടെ.
അപ്പൊ മാറ്റങ്ങൾ എല്ലാവർക്കും ആവശ്യമാണ്. ചുമക്കുമ്പോ നിക്കുന്ന തേപ്പോ വഴക്ക് ഉണ്ടാക്കണ്ടായിരുന്നു. അടുക്കുന്നുമില്ല. സോപ്പിട്ട് നോക്കിയാല പൊന്നെ തുണി കഴുവാണോടി? അല്ല, ചീര നടണം. നീ ഇങ്ങനെ പിണങ്ങല്ലേടി? കൊഞ്ചല്ലേ അധികം കൊഞ്ച് വരല്ലേ. എന്റെ ജാതക ദോഷം എന്ന് പറയണ ഒരു കാരണം കൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചേ, അറിയോ? ഞാൻ ചോദിക്കട്ടെ, എനിക്ക് എന്തിന്റെ കുറവാണ്? നിങ്ങൾക്കല്ല കുറവ്, എനിക്കാ കുറവ്. നിങ്ങളെക്കാൾ 20 വയസ്സ് എനിക്ക് കുറവാ. നീ അങ്ങനെ പറയല്ലേടി? നിങ്ങളുടെ സംശയം കൊണ്ട് എനിക്ക് പറ്റുന്നില്ല. എന്റെ പൊന്നെ സംശയം കൊണ്ടല്ല, നിന്നോടുള്ള കെയറിംഗ് അല്ലേ, സ്നേഹം കൊണ്ടാ. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെയുള്ള ചെറുപ്പക്കാരെല്ലാം ഇത്രയും വീടുണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. അവരെല്ലാം എപ്പം നോക്കല്ലോ ഇങ്ങോട്ടാണ് നോക്കുന്നത്. അത് മാത്രമല്ല, ആരെങ്കിലും പുതിയതായിട്ട് തൂടി പോയി കഴിഞ്ഞാൽ ഉടനെ ഇങ്ങോട്ട് നോക്കും. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? നീ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഇതോട് നിങ്ങളുടെ സംശയം, ഇതോട് നിങ്ങളുടെ സംശയം. എന്റെ പൊന്നെ, ഇത് സംശയം കൊണ്ട് ചോദിക്കുന്നെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ കോഴിക്കൂട്ടിന്റെ അടിയുന്നു കുറച്ച് വീടിക്കുട്ടി കിട്ടി, ആരുടെ അടിയാണ്? ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്റെ അച്ഛൻ എന്നെ കാണാൻ വേണ്ടി കോഴിക്കൂടിന് അതിലാണോ വരുന്നത്? അച്ഛൻ വലിച്ചിട്ടിട്ടതായിരിക്കൂലേ? ഈ കോഴിക്കൂട്ടിന് അടിയിൽ കൂടി ഇങ്ങനെ പമ്മി വരാൻ നിന്റെ അച്ഛൻ എന്തോടി ഊളനാണ്? എന്റെ അച്ഛനെ പറയുന്ന സ്വഭാവം മാറുവേ. നിങ്ങൾ എപ്പോ നോക്കിയാൽ എന്റെ അച്ഛനെ പറയണത് എന്തിനാ? എന്റെ പൊന്നെ, നീ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ. നീ എന്തെങ്കിലും വായിക്ക് രുചിയായിട്ട് കഴിക്കാൻ ഉണ്ടാക്കി. എനിക്ക് സൗകര്യമില്ല, ഞാൻ വല്ലയിടത്തും പോയി കിടക്കാൻ പോവാ. കിടക്കാൻ പോവാണ്? എന്നാ പിന്നെ ഞാനും ഉണ്ട്. ചേച്ചിയാ, ഇത് എന്തൊരു ബഹളമാടാ? ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. ചേച്ചിയുടെ വീട് എവിടെ? അപ്പുറത്ത്. എന്നാ പിന്നെ ചേച്ചിയുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങണം, ഇവിടെ കിടന്ന് ഉറങ്ങണം എന്തിന്? എടാ അതല്ല, നിങ്ങളുടെ ബഹളക്കാരനെ കാരണസൗകര്യം ഇല്ലെന്ന്. നീ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ച ഈ നാട്ടുകാരുടെ മുന്നിൽ നിനക്ക് എന്തെങ്കിലും ഒരു വില കിട്ടുവാടാ? സത്യമാ ചേച്ചി, എനിക്ക് വിലയെന്ന് പറയുന്നത് എന്റെ ചേച്ചി. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു സംഭവം നടന്ന ചേച്ചിക്ക് അറിയാലേ? എന്ത്? ഇവിടെ ചന്തയപ്പെട്ട് മാങ്ങയും മേടിച്ചോണ്ട് വന്ന് ഒരു ഓട്ടോയ്ക്കകത്ത് വെച്ച് അങ്ങ് മറന്ന. എന്നിട്ട് ഇവള് വന്നിട്ട് ഫേസ്ബുക്ക് അങ്ങോട്ട് എടുത്തിട്ട് ഒറ്റ ലൈവ്. ഹായ് ഫ്രണ്ട്സ്, എന്റെ 2 കിലോ മാങ്ങ നഷ്ടപ്പെട്ടു, കണ്ടു കിട്ടുന്നവര് കൊണ്ടുതരണേന്ന്. എന്നിട്ട് പറഞ്ഞു തീരുന്നില്ല, എവിടുന്നൊക്കെയാന്ന് അറിഞ്ഞോ കുറെ അമ്മമാര് മാങ്ങയായിട്ട് വന്നങ്ങ് കയറി. ഈ വീട്ടിനകത്ത് നിറച്ചും മാങ്ങയും പോവാലോ, ചേച്ചിക്ക് അറിയാവോ? എടാ അതൊക്കെ ഈ ഫേസ്ബുക്ക് ഫ്രണ്ട് ഉള്ളവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളാ. ചേച്ചി, എനിക്ക് കൊണ്ട് വെച്ച് ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് 2000 പേരാണ്. എന്റെ അനിയന് ആക്സിഡന്റ് പറ്റിയപ്പോ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു, എന്നിട്ട് പറഞ്ഞ് ഇച്ചിരി ചോര വേണോന്ന്. ഇത് കണ്ടിട്ട് വേറൊരുത്ത മറുപടി വിടുവാ, ചോര ചോദിക്കാൻ നിന്റെ അനിയൻ എന്തോ ട്രാക്കുളയാന്ന് തോന്നുന്നു. എടാ നീ ഇങ്ങനെ വിഷമിക്കല്ലേ, ഞങ്ങളൊക്കെ ഇല്ലേ. അങ്ങനെ പിടിക്കില്ല ചേച്ചി, ചിലപ്പോ പെട്ടെന്ന് ഞാൻ വളയും. നീ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നാ? ഇല്ല ചേച്ചി, ഞാൻ അനിയത്തിലെ കല്യാണത്തിന് 12 മണിയായി വന്നപ്പോ രാത്രി. അങ്ങനെ വരട്ടെ, ചുമ്മാതല്ല. എടാ നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ല അറിയുന്നുണ്ടോ? ഇങ്ങനെ പെണ്ണുമ്പിള്ളയുടെ മോന്തക്കിട്ട് നോക്കി ഇരുന്നോ, അതുകൊണ്ടാ ഒന്നും അറിയാത്തത്. ചേച്ചി അവളൊരു പാവ ചേച്ചി. പിന്നെ പാവം നീയേ അവക്കിട്ട് നോക്കി ഇരിക്കുന്ന നേരത്തെ ഈ പറമ്പിലൊക്കെ ഒന്ന് ഇറങ്ങി നടക്കണം, അപ്പോഴേ ഓരോന്ന് കാണത്തുള്ളൂ. ചേച്ചി എന്തോ ഉദ്ദേശിക്കുന്നത്? എന്തുവാ ഉദ്ദേശിക്കുന്നേന്നാ? നീ വാ കാണിച്ചു തരാം. എന്താ ചേച്ചി? ഇങ്ങോട്ടൊന്ന് നോക്കടാ. എടാ സുരേന്ദ്ര, ഇത് ആരുടെ ചെരുപ്പ്? ഇത് എന്റെ ചെരുപ്പൊന്നും അല്ലത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇത് ആരുടെ ചെരുപ്പെന്ന്. എന്റെ പട്ടി വല്ലതും കടിച്ചോണ്ട് വന്നതായിരിക്കും. പിന്നെ പട്ടിക്ക് ചെരുപ്പ് കടയിലല്ലേ ജോലി, ജോഡിയായിട്ട് കടിച്ചോണ്ട് തരാനായിട്ട്. നിങ്ങളുടെ ചേട്ടനെ കാണുമായിരിക്കും. എന്റെ ചേട്ടൻ ഇങ്ങനത്തെ ചെരുപ്പൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചെരുപ്പിന്റെ ഉടമ ആരാന്ന്. ചേച്ചി, നിങ്ങൾ ആവശ്യമില്ലാത്ത ഓരോന്നും വന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇല്ലാത്ത ലഹളം ഉണ്ടാക്കുന്നത്, അറിയാവോ? എടാ പറയുന്നതിനാണോ കുഴപ്പം? നീ ഇങ്ങനെ ഒരു മണകൊണാഞ്ചനായിപ്പോയല്ല. എന്റെ സുരേന്ദ്ര, നീ നോക്കിക്കോ, ഇപ്പൊ അവിടുന്ന് ചെരുപ്പ് കിട്ടി, നാളെ ഇവിടുന്ന് ഷർട്ട് കിട്ടും, മറ്റന്ന് അകത്തുനിന്ന് ആളെ കിട്ടും. സുരേന്ദ്ര, ഞാൻ പറയാനുള്ള പറഞ്ഞു, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. ചേച്ചി അത് പിന്നെ നീ എന്നാന്ന് വെച്ചാ ചെയ്യോ, ഞാൻ പറയാനുള്ള പറഞ്ഞു. എന്തൊരാശ്വാസം. ചേച്ചി പറഞ്ഞതിനകത്തും കാര്യമുണ്ട്. കാരണം എന്നെക്കാളും 20 വയസ്സിന് എളുപ്പമാണ് അവള്. മനസ്സൊന്ന് ചഞ്ചലിക്കില്ലേ? ചഞ്ചലിക്കും. ഇറങ്ങി വന്നടി, ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. എന്താ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. നിന്നെ ഞാൻ കൈയോടെ പോക്കി. ചോദിക്കുന്നതിന് കറക്റ്റ് ആൻസർ പറയണം. എന്തായിട്ട് കാര്യം എന്താ? ആരുടെ ഇവിടെ ഇന്നലെ വന്നിട്ട് പോയെ? ഇന്നലെ ഇവിടെ ആരാണ് വന്നിട്ട് പോയത്? നിങ്ങൾക്ക് എന്താ പ്രാന്തായ? ആരുടെ അടി ഇത്? ഈ ചെരുപ്പ് ആരുടെ അടി? എനിക്ക് അറിഞ്ഞൂടാ. സത്യം പറഞ്ഞോ, ഇന്നലെ ഇവിടെ ആരാ വന്നിട്ട്? ചേട്ടാ എനിക്ക് അറിഞ്ഞൂടാ ചേട്ടാ. നിന്നെ കൊന്നുകളെ ഞാൻ. സത്യം പറ. എനിക്ക് അറിഞ്ഞൂടാ ചേട്ടാ. ആരാ ഇവിടെ വന്നിട്ട് പോയത്?
നമ്മൾ പറഞ്ഞോട്ടെ കാമുകൊന്ന്. ഇനി എനിക്ക് ഉറക്കമില്ല. ഇനി എനിക്ക് ഉറക്കമില്ലാത്ത രാത്രിയാണ്. എന്റെ ക്യാമറ കണ്ണുകൾ ഈ പരിസരം മൊത്തം നിരീക്ഷിക്കും. അല്ല, ചിലപ്പോ ഇന്ന് ചെരുപ്പ് കിട്ടി, ഇനി അവന്റെ അവശിഷ്ടങ്ങൾ വല്ല ഇതിന്റെ ബാക്കിലുണ്ടെങ്കിലാ ഇവനെ ഞാൻ കൈയോടെ ഞാൻ പോക്കും. നോക്കിക്കോ, ഇനി കാണപ്പുറത്ത് യുദ്ധം കണ്ടോ. എടാ നീ ഇവിടെ ഉണ്ടോ? നിന്നെ കാണാനില്ലല്ലോ. എന്റെ പൊന്നേച്ചി, മഴ ഇടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾ കേബിളുകാരെ കാണാൻ കിട്ടുവോ? എടാ ഇവിടെയും കേബിൾ ഇല്ലാത്തോണ്ട് TV കാണാൻ പറ്റുന്നില്ലടാ. തന്നെ നിന്നെ വിളിച്ചാ പോലും നീ ഫോൺ എടുക്കാത്ത കഷ്ടാട്ടാ. എന്റെ പൊന്നേച്ചി ഭയങ്കര തിരക്കാ. അതൊക്കെ വിളി ചേച്ചി കുടിക്കാച്ചി വെള്ളം ചെടുത്താണ്. കുടിക്കാൻ വെള്ളം എടുത്തു. എന്താടാ നീ ഇവിടെ വന്നേ? നീ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നേ? ചേച്ചി വിളിച്ചിട്ട് വന്നത്. ചേച്ചി വിളിച്ചിട്ട് വന്ന? ചേച്ചി നിന്നെ എപ്പോഴും വിളിക്കോടാ? ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. കാണാൻ പറ്റുന്നില്ല, ഒന്ന് വാ. അയ്യോ, അങ്ങനൊക്കെ. വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടോടാ? വേറൊരു കാര്യം ഉണ്ടെണ്ണ, വന്നാലും നഷ്ടമില്ല. കാര്യം കഴിഞ്ഞു പോകുമ്പോ പൈസ ആയിരുന്നു കൈ നിറച്ച്. ഒരു ദാരിദ്ര്യമില്ല ചേച്ചിക്ക്. നല്ല ചേച്ചിയാ. അപ്പൊ എന്റെ അലമാരി ഇരിക്കുന്ന കാശ് മൊത്തം ഇവന്റെ അണ്ണാക്കിലോട്ടാ പോകുന്നല്ലേ? അണ്ണെന്തോന്നാണ് പുറകുറുക്കുന്നത്? ഒന്നുമില്ല. അണ്ണെന്തോണം തുള്ളുന്നത്? ഒന്നുമില്ലടാ. അല്ല എന്തോന്നു? അല്ല അല്ല നീ ഇവിടെ എന്തിനാ വന്നേന്ന് ഞാൻ ചോദിച്ചു. എന്റെ പൊന്നെണ്ണ TV കാണുന്നില്ലാന്ന് ചേച്ചി പറഞ്ഞു. ഒന്ന് വാ നോക്കിട്ട് പോ. കാശ് തരും, അതുകൊണ്ട് നമ്മള് വരുന്നത്. ടിവിയുടെ സംഭവല്ലേ? ടിവിയുടെ അല്ലാതെ അവിടെ ഞാൻ ഈ TV ഒന്ന് നോക്കട്ടെ, എന്താണ് കംപ്ലൈന്റ്? ഇവന്റെ ചെരുപ്പ് ആണെങ്കിലോ ചിലപ്പോ. നീ എവിടെ വരിപ്പോന്ന്? TV നോക്കണ്ടണ്ണ. ഇവിടെ ഒരു മര്യാദ ഉണ്ടോടാ? ഒരു വീട്ടിൽ വരുമ്പോഴത്തേക്ക് ആരും ചെരുപ്പിട്ടുണ്ടാകത്തോട്ട് പോകും. ചെരുപ്പ് ഒരു വെളിയിട്ടിട്ട് വേണ്ടേ പോവാൻ? ഞാൻ ഇവിടെ വരുമ്പോ സ്ഥിരം ഞാൻ ചെരുപ്പ് ഇട്ടോണ്ടാണല്ലോ അകത്ത് കയറുന്നത്. ഇവിടുത്തെ സിസ്റ്റം ഒക്കെ ഇപ്പൊ മാറി. ഓ പരിഷ്കാരി നടക്കുന്ന ചെരുപ്പ് ഞാൻ കാണാൻ നിങ്ങളെ വീട് ചീത്തയാവണ്ട. നല്ല ചെറുക്കൻ. നീ അങ്ങനെ ചോദിക്കണ്ടല്ലോ. ഇപ്പൊ കറക്റ്റ് അറിയാലേ. ഇവന്റെ തലമണ്ട അടിക്കാൻ പൊട്ടിക്ക് ഇവനാണെങ്കിൽ. ഞാൻ ഒരു കാര്യം പറയാം. എന്താടാ? നിങ്ങളെ ഭാര്യക്ക് തലക്കത്തിന് അസുഖമാണ്. അണ്ണാ കേബിളിന്റെ പൈസ ആടാ. അതാണ് പ്രശ്നം. TV ആണെന്ന് പറഞ്ഞു മനുഷ്യനെ മെനക്കെടുത്താണ്. അതാണ് പ്രശ്നം. പിന്നെ അല്ലോ നാളെ നോക്കി. കറക്റ്റ് അല്ലടാ, കറക്റ്റ് അല്ലേ? നിന്റെ അരിപ്പല്ലേ? സൂപ്പർ അരിപ്പാണല്ലോടാ ഇത്. ഇതാരെ അരിപ്പ്? ഇത് നിന്റെ അരിപ്പല്ലേ? ഇത് എനിക്ക് വലുതാന്നത്. നിന്റെ അരിപ്പടാ. എന്റെ അരിപ്പല്ല. നിന്റെ അരിപ്പ. എന്റെ ചെരുപ്പല്ലെന്ന് ഇതാണ്ട് നോക്കിയാണ് വലുത് കണ്ടോ? എന്റെ അരിപ്പല്ല കേട്ടോ വലുത്. ഇത് കാല് കുത്തിക്കറ്റി വെക്ക്. കാല് കുത്തിക്കയറ്റ വലുത് നിങ്ങൾക്ക് കണ്ണു കണ്ടൂടെ? അപ്പൊ ഇത് നിന്റെ അല്ലടാ. എന്റെ അല്ല. നിന്റെ അല്ല. എന്റെ ചെരുപ്പ് എവിടെ? അപ്പൊ നീ അല്ല. ഞാനല്ലേ? അല്ല നിന്റെ അല്ലെന്ന്. എന്റെ ചെരുപ്പ് എവിടെ? ആടാ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ പട്ടി കടിച്ചോണ്ട് ഒന്ന് വിചാരിച്ചു ഞാൻ അയ്യത്തോട്ട് എടുത്ത് എറിഞ്ഞു. ദൈവമേ എന്ത് കഷ്ടമെന്ന് പറയാം. എനിക്കൊരു സമാധാനമില്ല. എന്നെക്കാളും പ്രായം കുറഞ്ഞ പെണ്ണിനെ കെട്ടുകയും ചെയ്തു. ഇത് ഞാന്റെ ചെരുപ്പാണോ എന്തോ? ആരായിരുന്നാലും ശരി, അവനെ ഞാൻ പൊക്കും. അവനെ പതിനെ ഇടിക്കാൻ കലക്കും. നോക്കും ഇവിടെ ഞാനേ വേണ്ട. ഭാഗവതരോ? അതെ. സാധാരണ വൈകുന്നേരത്താണ് ക്ലാസ്. അതെ. ഈ രാവിലെ തന്നെ എന്തിനു വന്ന്? മറ്റൊന്നുമല്ല, രാവിലെ വന്നാൽ കുട്ടിയെ കുറിച്ച് സാധകം ചെയ്യിക്കാം എന്ന് വിചാരിച്ചു. സാധകം ചെയ്യിക്കാൻ വേണ്ടി. അല്ല, സാധാരണ ഈ നേരത്ത് ഇവിടെ കാണാറില്ലല്ലോ. ദൈവമായിട്ട് നിർത്തിയതാ. നന്നായി. എന്റെ ശുദ്ധസംഗീതം കുറച്ച് ആസ്വദിക്കാമല്ലോ. ഈ നാരുടെ പാട്ടൊക്കെ ആര് കേൾക്കാൻ? അങ്ങനെ പറയരുത്. അത് പറയരുത്. ഞാൻ പാറക്കല്ലിൽ നിന്നും ഒരു സംഗീതം കേൾപ്പിക്കുന്ന ആളാണ്. പാറക്കല്ലിൽ നിന്നും. എന്നാ എന്റെ ഈ അരിമ്പാറയ്ക്കകത്ത് നിന്ന് ഒരു ഫ്യൂഷൻ കേൾപ്പിച്ചേ. അതല്ല, എന്റെ അച്ഛനൊക്കെ ഉണ്ടോ? പിന്നെ എന്നെ പൊത്തിന്ന് വലിച്ചിട്ടതാണ്. അതിന്റെ ഒരു ഷേപ്പ് ഉണ്ട്. അതല്ല, എന്റെ അച്ഛൻ മഹാനായ ഒരു സംഗീതജ്ഞനായിരുന്നു. ഒരിക്കൽ ദുബായിൽ നിന്ന് ഒരു സംഘം ആൾക്കാർ വന്ന് പറഞ്ഞു, അച്ഛൻ ഒരു പാട്ടിന് 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് ദുബായിലേക്ക് വിളിച്ചോണ്ട് പോയി. അവിടെ ചെന്ന് അച്ഛൻ ആദ്യത്തെ പാട്ട് പാടിയപ്പോ തന്നെ അവർ അച്ഛന്റെ മണ്ട അടിച്ചു കീറി. അയ്യോടാ. അച്ഛന്റെ പേരെന്തുവായിരുന്നു? രാമചന്ദ്രൻ പയ്യപ്പാടി. ഞാൻ പയ്യപ്പാടിയ തലമണ്ട അടിച്ച് പൊട്ടിക്കത്തില്ല. അത് ഒരു പാട്ടിന് 1 ലക്ഷം രൂപ വെച്ച് നിങ്ങളുടെ അച്ഛന്റെ കയ്യിലെ തെറ്റാ. അതെ, അത് അടി കിട്ടിയപ്പോഴാണ് അച്ഛന് മനസ്സിലായത്. എന്നാ പിന്നെ കുട്ടിയെ വിളിച്ചാൽ സാധകം അങ്ങോട്ട് തുടങ്ങാം. വിളിക്കണം അല്ലേ? കണ്ടോളാം വയ്യ അല്ലേ? വിളിക്കട്ടെ. വന്നല്ലോ. അത്രയൊക്കെ ആയ ഈ കിളവന്റെ ചെരുപ്പും കാണുവാണെങ്കിലാ പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ കിളവന്മാർക്കാണ് ഞരമ്പ് കൂടുതൽ. എവന്റെ ആന്ന് തലമണ്ട അടിക്കാൻ പൊട്ടിക്കും ഞാൻ. അപ്പോ തുടങ്ങാം മാഷേ.
സാറേ എനിക്ക് ചെറിയ തൊണ്ടവേനുണ്ട് മാഷെ. തോന്നി പാടിയപ്പോ തോന്നി ഭാവം ശ്രുതി താളം ഇതൊന്നും തീരെ ഇല്ല. ഇല്ല അതാ പറഞ്ഞില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനിയിപ്പോ ഇന്ന് ക്ലാസ് വേണ്ട, നാളെ ആവട്ടെ. അതാ നല്ലത്. അതാ എനിക്ക് കൈയോടെ പോക്കാല്ലേ. ഞാൻ പോയിട്ട് നാളെ വരാം. ഓക്കെ അല്ലേ? കറക്റ്റ് അല്ലേ? എന്തോന്ന്? ഓ അമ്മണ്ട ചെരുപ്പേ കറക്റ്റ് ചെരുപ്പല്ലേ അത്? അയ്യോ, ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പോ മറന്നിട്ടിട്ട് പോയ ചെരുപ്പ്. പിടിച്ച് 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 പിടിച്ച്. അപ്പൊ ഇത് നിങ്ങൾ കൊണ്ടുവന്ന് ഇട്ട ചെരുപ്പാണല്ലേ? അതെ. അപ്പൊ നിങ്ങളുടെ ചെരുപ്പല്ലേ? എന്റെ ചെരുപ്പല്ല. ഇത് നിങ്ങൾ കൊണ്ടുവിടെ ഇട്ട ചെരുപ്പാണോ? അതെ. അപ്പൊ നിങ്ങളുടെ ചെരുപ്പല്ലേ? അല്ല. എടോ, ഇത് നിങ്ങൾ കൊണ്ടിട്ട ചെരുപ്പാണോ? അതെ. അപ്പൊ ഇത് നിങ്ങളുടെ ചെരുപ്പല്ലേ? അല്ല. എന്റെ ദൈവമേ, പ്രിയദർശൻ സിനിമയുടെ കൂട്ട് എന്നെ കൺഫ്യൂഷൻ അടിപ്പിക്കുന്നേ. എടോ, തന്റെ ചെരുപ്പല്ലേ ഇത്? അല്ല. ഞാൻ തേങ്ങ എടുത്തോണ്ടിരുന്നപ്പോ ഭയങ്കര ബഹളമല്ല. എന്തൊരു ബഹളം നിങ്ങളെ ബഹളം കാണാൻ കോൺസെൻട്രേഷൻ ഇല്ല. ഞാൻ തേങ്ങ വെട്ടാണ്ട് ഞാൻ കരിക്ക് വെട്ടിയിടുന്നു. എടാ, അത് എന്നടാ ഇവിടുത്തെ പ്രശ്നം. കൊപ്ര നിന്റെ പ്രായത്തിൽ ഈ മുതുകണ്ട കരിക്ക് തിന്നാൻ വേണ്ടി വന്നേക്കും. എന്റെ ഭാര്യയുടെ കള്ളക്കാമൂന് ഞാൻ കയ്യോടെ നോക്കിയടാ. ആള് കൊള്ളാല്. അണ്ണ ഒന്ന് തെളിച്ച് പറയണ. അതായത് ഇന്നലെ ഇവ ഇവിടെ വന്നിട്ട് പോയപ്പോ ഇവന്റെ ചെരുപ്പ് ഇവിടെ കൊണ്ടിട്ടു. ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചത് നിന്റെ ചെരുപ്പാണോ എന്ന് ചോദിച്ചു. അപ്പം പറയാ അല്ലാന്ന്. പക്ഷെ അവൻ കൊണ്ടിട്ട ചെരുപ്പാണ്. അത് സമ്മതിച്ചു. ചെരുപ്പോടെ കിടക്കണ്. അണ്ണ ഒരു ടിസ്റ്റ് ഉണ്ട്. എന്ത്? ഇത് ഇയാളെ ചെരുപ്പല്ല, പിന്നെ ഇത് എന്റെ ചെരുപ്പാണോ? അപ്പൊ നീയാണല്ലേ എന്റെ ഭാര്യയുടെ കള്ളക്കാമ്പ്. നിന്റെ ടിസ്റ്റ് അല്ലടാ, എന്റെ ടിസ്റ്റ്. കഴിഞ്ഞ ആഴ്ച ഈ അടുത്ത അമ്പലത്തില് നീ എന്റെ കച്ചേരി വെക്കാൻ വന്നായിരുന്നോ? ഇവിടുത്തെ അമ്പലത്തില് ഞാൻ കച്ചേരി വെക്കാൻ വന്നു. അവിടെ ഞാൻ ആദ്യ പാട്ട് പാടി തീരും മുമ്പേ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ഒരു ജോഡി ചെരുപ്പ് വന്ന് എന്റെ മുഖത്ത് ഇങ്ങനെ അങ്ങ് അടിച്ചു. സിംഗിള് ചെരുപ്പാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം, നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നതല്ലേ. ഇത് ടൈമിങ്ങിൽ ഒരു ജോഡി ചെരുപ്പ്. അന്ന് തൊട്ട് ഈ ചെരുപ്പ് എടുത്തോണ്ട് ഞാൻ നടക്കാം ഇതിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിക്കാൻ. ഇപ്പോഴാണ് എനിക്ക് പിടി കിട്ടിയത്. നിന്നെ ഞാൻ വിടൂല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളന്ന് പാട്ട് പാടിയാണ്. ഞാൻ വിചാരിച്ച മൈക്കിൽ കൂടെ കാര്യം പറയണമെന്ന്. കാര്യം പറഞ്ഞാണെന്ന് അവിടെ നില്ലടാ. ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം തീർന്നല്ലോ. അയ്യോ, നീ ഞങ്ങളുടെ പ്രശ്നം ആരംഭിക്കുന്നേ ഉള്ളൂ. ഒന്നും ചെയ്യരുത്. അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. നിങ്ങളെ പോലെ ഒരു സംശയം ഇവിടെ കൂടെ ഇനി ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. മുത്തേ പോവല്ലോ മുത്തേ. ഞാൻ ഇനി സംശയിക്കത്തില്ല മുത്ത. ഞാൻ പോവാ. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. നോക്കിക്കോ, ആ വീട്ടിൽ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ പോവാ. ചേച്ചി ഇതെവിടെ പോവാ? പെട്ടിയൊക്കെ എടുത്തോണ്ട്. എന്റെടി കൊച്ചെ, ഒന്നും പറയണ്ടടി. ഞാൻ കാണാൻ പറ്റാത്ത കാഴ്ചയെല്ലാം കണ്ടടി. എന്റെ ജീവിതം പോയടി. എന്താ ചേച്ചി, എന്താ കാര്യം? എന്താ എടി, ഞങ്ങളുടെ കാറിനകത്തുനിന്ന് എന്റേതല്ലാത്ത ഒരു ജോഡി ലേഡീസ് ചെരുപ്പ് കിട്ടിയടി. എന്റെ കെട്ടിയാൻ പഴച്ചു പോയേ. ചേച്ചി, സ്വന്തം കുടുംബത്തെ കാര്യങ്ങൾ തിരക്കാണ്ട് മറ്റുള്ളവരുടെ കുടുംബത്തെ കാര്യങ്ങൾ തിരക്കി നടന്നാലേ ഇങ്ങനെ ഇരിക്കും. കേട്ടിട്ടില്ലേ ചേച്ചി? കൊടുത്താ കൊല്ലത്തും കിട്ടും. ചേച്ചി ബസ് സ്റ്റോപ്പിലേക്കാണോ? ഞാനും ഉണ്ട്. മുത്ത പോവല്ലോ മുത്തേ. പോണോ പോത്തെ. എടാ മോനെ, നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകണം. മാറ്റങ്ങൾ ഉണ്ടായാലേ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച കൂടും. ഹലോ, നീ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നേ? ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ എന്റെ ഫ്രണ്ടും ഉണ്ട്. നിന്റെ പേരാണ് റോഫി. റോഫി? റോഫി അല്ല, റോഫി. ആ, ഫി. ഫി. എന്താണ്? റോഫി അല്ല, റോഫി. റോഫി. അതൊക്കെ പോട്ടെ. പിന്നെ എലീന ചേച്ചി ഒന്ന് എണീച്ചേ. എന്നാത്തിനാ? കുറച്ച് മാറ്റങ്ങളൊക്കെ വേണ്ടേ? മാറ്റങ്ങൾ വേണം. പറഞ്ഞോ. ഇനി അങ്ങോട്ടൊന്ന് പൊക്കിയേ, ബാക്കിലോട്ട് പൊക്കിയേ. ബാക്കിലോട്ടോ? ബാക്കിലോട്ട് പോ. ആ, മാറി. ശരി, ഇപ്പൊ മാറി. എന്താ കാര്യം? എന്താ ഇപ്പം കാണാൻ എന്ത് രസം. രണ്ട് പേര് നല്ല മാറ്റം. എന്ത് രസം, എന്താ രസം. നിന്റെ റൂട്ട് ഇത് എങ്ങോട്ടേക്കാന്ന് മനസ്സിലായി. ആദ്യം എന്നെ അവിടുന്ന് മാറ്റി, ഇനിയിപ്പൊ ഇവിടുന്ന് കൂടെ മാറ്റുവാണോ എന്നെ? അവളെ മാറ്റത്തിന്റെ ആള് അവളുടെ ടീഷർട്ടിൽ കണ്ടോ M4 മാറ്റം എം എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോ എന്തിനാ വന്നേന്ന് അറിയണ്ടേ? മാറ്റാൻ, എല്ലാരും മാറ്റാൻ. അതൊന്നല്ല. എന്താ കാര്യം? ഞാൻ പറയട്ടെ. പറയൂ. ഒരു സ്റ്റാൻഡപ്പ് കോമഡിയില് വരാൻ വന്ന ഒരു ആന്റീനെയാണ് ഞാൻ കൊണ്ടുവരുന്നത്. ആ ആന്റിയെ മാറ്റി തരാൻ പറ്റുമോ? മാറ്റത്തിന്റെ ആളല്ലേ? അതൊന്നും അല്ല. പിന്നെ ആ ആന്റി തന്നെ ഒന്ന് ചെയ്യോ? ആന്റി തന്നെ വന്ന് ചെയ്യും. അപ്പൊ പിന്നെ മാറ്റം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റം ഇല്ലല്ലോ. നിങ്ങൾ പറഞ്ഞ ആന്റി തന്നെ ആന്റിയുടെ കണ്ടന്റ് എന്താന്ന് അറിയണ്ടേ? കണ്ടന്റ് മാറ്റം. അതുകൊണ്ടാണോ ഇത്ര മാറ്റം?
ഇല്ലാത്തോണ്ടല്ലേ ഇത്ര മാറ്റം. ഓ, ഇഷ്ടം പോലെ മാറ്റായി. ഫുള്ള് മാറ്റത്തിന്റെ ഒരുപാടായി മയവാ. ഒരു മാറ്റായി പോയി അല്ലേ? ആ, ഭയങ്കര മാറ്റായി പോയി. വലിയ മാറ്റമായി. ആ എന്നോട് പേരെന്താ നിങ്ങക്ക് അറിയണ്ടേ? അത് മാറ്റി എനിക്ക് പറയാതെ അത് correct മാറ്റി പറ. പറയണം. ദീപിക പതുക്കോൺ, ഞാൻ പറയട്ടെ. കരീന മൻഷ കപൂർ. കൊയ്രാള, അല്ല ഞാൻ പറയട്ടെ. കാജോൾ, ഞാൻ പറയാം. രശ്മിക മന്ദാന. രശ്മിക മന്ദാന. കൊച്ചു ഞാൻ പറയാം. എന്ത് പേരാണേലും ഞങ്ങളത് മാറ്റും. പിന്നെ എന്ത് പറയുന്നു? ഇരുപതി പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങള് പേര് മാറ്റും. ഇതൊന്നും നടക്കൂല, ഞാൻ വിളിക്കാം. അങ്ങനെ ഞങ്ങൾ മാറ്റി പറയില്ല, ഞങ്ങൾ വിളിക്കും. മാറ്റും. ഞങ്ങൾ മാറ്റി വിളിക്കും. വിളിച്ചേക്ക്. ലക്ഷ്മി ആന്റി ഓടി വാ. ഹലോ, ഹായ്, നമസ്കാരം. നമസ്കാരം. എല്ലാരും സുഖമായിട്ടിരിക്കുന്നല്ലേ? അതെ. എലീനക്കുട്ടി സുഖാണോ? ഓ, സുഖമായിട്ടിരിക്കുന്ന ചേച്ചി. പക്രക്കുട്ടന് സുഖാണോ? രമേഷ് ബ്രോയ്ക്ക് പിന്നെ പറയണ്ടല്ലോ, സുഖത്തിലൊക്കെ മുങ്ങി കുളിച്ചോണ്ടിരിക്കുക. നിങ്ങളവർക്ക് തന്നെ സുഖത്തിന്റെ സെൻസസിനാണോ വന്നതല്ലേ? അല്ല, എനിക്ക് ഇച്ചിരി സുഖക്കുറവാ. അയ്യോ. ഞാനേ കോട്ടയത്ത് നിന്ന് വരുവാ. ഇവിടെ കൊച്ചി വന്നപ്പം വടക്കൻ കേരളത്തിൽ നിന്നും തെക്കൻ കേരളത്തിൽ നിന്നും മിക്സഡ് ആയിട്ട് ഒരു കാറ്റിങ് വന്ന് എന്റെ മൂക്കിലേക്ക് ഒരു സാധനം തുളച്ചു കേറി. പക്രക്കുട്ടന് പറയാവോ അതെന്താന്ന്? എന്താണ്? അല്ല, ഞാനൊരു ക്ലൂ കൂടെ തരാം. നമ്മുടെ പുലിവാൽ കല്യാണ സിനിമയിലെ നമ്മുടെ സലിംകുമാറേട്ടൻ മലയാളത്തിന്റെ ഗന്ധം അറിയാനായിട്ട് കേരളത്തിലെത്തി. കൊച്ചി എത്തി എന്ന് പറയുന്നില്ലേ? ഓടയെന്ന് വരുന്ന ചെറിയ ആ, അത് തന്നെ, കറക്റ്റ്. ഈ നാറ്റത്തിന്റെ നാ മാറ്റി അവിടെ മാ ഇട്ടാൽ എന്താവും? മാറ്റം. മാറ്റം. അപ്പൊ എന്റെ കണ്ടന്റ് അത് തന്നെയാ, മാറ്റം. ഹലോ, ഞാൻ ജയശ്രീ, നീലമനയില്ലം. തുടങ്ങട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും മാറ്റം ഇഷ്ടമല്ലേ? മാറ്റം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേലും മാറ്റം അവിടെ നടക്കും. ഈ മാറ്റത്തിനോടുള്ള ഇഷ്ടം തന്നെ മാറിക്കൊണ്ടിരിക്കുക. ഉദാഹരണത്തിന് നമ്മുടെ രമേഷ് ബ്രോ ഒരു സിനിമാ തിയേറ്ററിൽ ചെന്നങ്ങോട്ട് ഇരിക്കുന്നു. ഇവിടെ ഭാര്യയില്ല, എലിനെക്കുട്ടി, നോട്ട് ദ പോയിന്റ്. ഞാൻ വിചാരിച്ച ഭാര്യയില്ല, എലീനെക്കുട്ടിയാണ്. അല്ല, ഭാര്യയില്ല, നോട്ട് ദ പോയിന്റ്. ഓക്കെ, നോട്ടഡ്. തൊട്ടടുത്ത് വന്ന് മുറുക്കി തുപ്പി വിശർപ്പ് നാറി ഒരുത്തൻ വന്ന് ചേർന്നിരിക്കുന്നു. അവിടുന്ന് ഒരു മാറ്റം ആഗ്രഹിക്കില്ലേ ആ സീറ്റേന്ന്? ആഗ്രഹിക്കും. അതേസമയം അവിടെ കിളി പോലത്തെ ഒരു കോളേജ് ഗേള് ചെത്തി മിന്നി പെർഫ്യൂം ഒക്കെ അടിച്ച് സ്റ്റൈലായിട്ട് ചേർന്ന് വന്നിരുന്നാൽ മാറ്റം വേണോ? ചെറിയൊരു മാറ്റം വേണം. അയ്യോ, എന്നാ പുണ്യാളൻ. എനിക്ക് മടിയിലോട്ടിരിക്കണം. അത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ പുണ്യാളന്റെ കയ്യിൽ നിന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ സത്യം പറയട്ടെ, ഫെവിക്കോൾ ഇട്ട് ഉറപ്പിച്ച പോലെ ഇരിക്കും. എവിടാ? ചന്തയ്ക്ക് വള്ളി ഇട്ടണം. ശരിയല്ലേ? പിടി കിട്ടിയല്ലോ. എനിക്ക് പിടിയിട്ടില്ല. എനിക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. നീ എന്താ ഞാൻ ചിരിക്കുന്നത്? ഓപ്പൺ ആയിട്ട് പറയില്ല, വേണം ഞാൻ ഇവിടുത്തെ സീക്രട്ട് ആയിട്ട് പറഞ്ഞു വിടാം. വേണ്ട, ഭയങ്കര നിഷ്കളങ്കനാണല്ലോ നീ. നീ മനസ്സിലായില്ല. നിഷ്കു. ചന്തയ്ക്ക് വള്ളിയിട്ട് എന്താ ചിന്ത? നല്ല ചിന്തകൾ വരും പക്ഷെ എനിക്ക്. വള്ളി ഇടുന്ന സ്ഥലം മാറിപ്പോയി. ഞങ്ങള് കോട്ടയംകാര് ഞങ്ങളുടെ ഈ ബിസിനസിന്റെ തന്ത്രം തന്നെ അങ്ങ് മാറ്റിക്കൊണ്ടിരിക്കുക. എന്നത് സാധാരണ അക്ഷയ തൃതീയക്ക് നമ്മള് പരസ്യ ഓഫർ ഇടുന്ന എന്തിനാ? ഐശ്വര്യത്തിന്റെ ഐക്കണായിട്ടുള്ള സ്വർണത്തിനല്ലേ? പക്ഷെ ഇപ്രാവശ്യം ഞങ്ങളുടെ കോട്ടയത്തെ ടെമ്പറേച്ചർ 40 ഡിഗ്രി കഴിഞ്ഞു. ഞങ്ങളുടെ ഐശ്വര്യത്തിന്റെ ഐക്കൺ അങ്ങ് മാറ്റി, സ്വർണം മാറ്റി AC ആക്കി. പിന്നെ മിക്ക സ്ത്രീകൾക്കും ഈ കെട്ടി കഴിയുമ്പോ ഒരു മാറ്റം ഉണ്ടാവത്തില്ലേ? എലീനയ്ക്ക് മാറ്റം ഉണ്ടായോ? അറിയില്ല, മാറ്റമൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് ആ മാറ്റം ഉണ്ടായില്ല. കാരണം ഞാൻ ജനിച്ചതും വളർന്നതും കെട്ടിച്ചതും കോട്ടയത്ത് തന്നെയാ. എന്നാ പിന്നെ ഒരു ഇച്ചിരി മാറ്റമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വടക്കൻ സ്ലാങ് പിടിക്കാൻ തീരുമാനിച്ചു. ഈ കോട്ടയംകാരനായിട്ടുള്ള എന്റെ ശങ്കരേട്ടനോട്, ഈ ശങ്കരേട്ടന് മനസ്സിലായില്ലല്ലേ, എന്റെ ഹസ്ബൻഡാണേ, ശങ്കരേട്ടനോട് ഞാൻ വരണൂട്ടോ, പോണൂട്ടോ, കണ്ടുട്ടോ എന്നൊക്കെ പറഞ്ഞു. ഒരു 3-4 ഠോഠോ ആയപ്പം പുള്ളി പറഞ്ഞു, ജയശ്രീ ഇതിലും ഭേദം അമ്പലത്തിലെ ഇരട്ട വെടിയാ. പൊതുവെ ഒരു പറച്ചിലില്ലേ, അതായത് നമ്മൾ ഈ തല്ലിപ്പൊളി ചെറുക്കന്മാരെ ആണെങ്കിൽ പിടിച്ചു കെട്ടിച്ചാ മതി, നല്ല മാറ്റം വരും. ഈ വരുന്ന പെണ്ണും ഈ ചെറുക്കനും കൂടെ നല്ല കെമിസ്ട്രി ആണെങ്കിൽ ഈ ചെറുക്കന് നല്ല മാറ്റം വരും. രമേഷ് ബ്രോ, ഞാനേ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഈ തല്ലിപ്പൊളി ചെറുക്കനെയൊക്കെ രാസപ്രവർത്തനം നടത്തി നന്നാക്കാൻ ഈ വരുന്ന പെണ്ണെന്നെ സൾഫ്യൂരിക് ആസിഡ് ആണോ? അല്ലല്ല, സൾഫ്യൂരിക് ആസിഡ് മേത്ത് വീണാ പൊള്ളിപ്പോവും. പിന്നെ നമുക്ക് ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ മാറ്റം വരുന്ന എപ്പോഴാ? ആദ്യ രാത്രിയിൽ. അയ്യോ, തെറ്റിദ്ധരിക്കല്ലേ. എന്റെ ശങ്കരേട്ടനും ഞാനും തമ്മിൽ കല്യാണാലോചനയൊക്കെ നടക്കുന്ന ആ സമയത്ത് പുള്ളിക്കാരൻ ഗൾഫിലായിരുന്നു. ഞാൻ ഫോട്ടോ അയക്കും, റിജക്ട് ചെയ്യും, ഫോട്ടോ അയക്കും, റിജക്ട് ചെയ്യും, എന്റെ തടി. പിന്നെ ഞാൻ 1 കിലോമീറ്റർ അകലെ എന്നൊരു ഫോട്ടോ എടുത്ത് പുള്ളിക്കാരനെ അയച്ചു കൊടുത്ത് എന്റെ വലയെ വീഴ്ത്തി. സത്യം പറയട്ടെ, കല്യാണത്തിന്റെ അന്നാ നേരിട്ടൊന്ന് കാണുന്നത്. വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് മേക്കപ്പ് ഒക്കെ അഴിച്ചു മാറ്റി ആദ്യ രാത്രിയിൽ എന്റെ മാറ്റം കണ്ട് പുള്ളി ഒരൊന്നൊന്നര ഞെട്ടലായിരുന്നു. പിന്നെ നമ്മുടെ ഈ സിനിമയിലെ ആദ്യ രാത്രിയും റിയൽ ലൈഫിലെ ആദ്യ രാത്രിയും തമ്മിൽ നല്ല വ്യത്യാസമൊക്കെ ഉണ്ടല്ലേ? സിനിമയിലാണെങ്കിൽ ഈ ചെറുക്കൻ പെണ്ണിനെ നോക്കി ഒരു ഉളച്ചിരി ഇരിക്കുന്നു. അടുത്ത സീൻ ഇവളുടെ ഒക്കത്തൊരു കൊച്ച്. അത് കണ്ടിട്ടേ
എന്റെ കസിന്റെ മോന് ആദ്യ രാത്രി പെണ്ണിനെ നോക്കി ഒരു ഊളച്ചിരി അങ്ങ് ചിരിച്ചു. കാലം മാറി, ന്യൂജൻ പെണ്ണ. പിറ്റേന്ന് ഒക്കത്തല്ല, മൂക്കത്ത് 3XXX പ്ലാസ്റ്റർ. പണ്ട് നാം 2 നമുക്ക് 2, പിന്നെ നാം 2 നമുക്കൊന്ന്. ഇന്നെല്ലാം മാറി, നമ്മൾ 2 ധാരാളം. ഭാവിയിൽ അതും മാറും. ഡേറ്റിംഗ് അല്ലേ. പിന്നെ നമ്മുടെ ഒരാളുടെ ഒരു ഭാവമാറ്റം അല്ലെങ്കിൽ ഒരു സ്വഭാവമാറ്റം ശരിക്കറിയണമെങ്കിലേ കുറച്ച് കാശ് കടം കൊടുത്താൽ മതി. ഞാൻ ഈയിടെ ഒരു പുള്ളിയോട് കടം കൊടുത്ത കുറച്ച് കാശ് തിരിച്ചു ചോദിച്ചു. പുള്ളിയുടെ മുഖത്തെ ഭാവമാറ്റം കണ്ടാൽ ഞാനാ കടം വാങ്ങിച്ചതെന്ന് തോന്നും. അതുപോലായിരുന്നു. പിന്നെ എൻ്റെ അപ്പൂപ്പന്മാരെ അങ്ങനെ 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 വരെ വിളിച്ചു. പക്ഷേ എനിക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. എത്ര ചമ്മിയാലും മുഖത്ത് ഭാവമാറ്റം കാണത്തില്ല. ഞാൻ ഈയിടെ ഒരു വേദിയില് ഒരു മിമിക്രി അവതരിപ്പിച്ചു. പക്കർക്കുട്ട കേക്കണം. മിമിക്രിക്കാരനല്ലേ? അത്രയൊന്നും ഒത്തില്ലായാലും ഞാനൊന്ന് അവതരിപ്പിച്ചു നോക്കാം. നമ്മുടെ ഇതിന്റെ അകത്തെ ഏതാ, നമ്മുടെ ഗോഡ് ഫാദർ സിനിമയ്ക്കകത്തെ നമ്മുടെ NN പിള്ളച്ചേട്ടനെ അവതരിപ്പിച്ചത്. കേൾപ്പിക്കട്ടെ. വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ചായയും പരിപ്പോടയും വാങ്ങി കഴിച്ചിട്ട് കൂറുമാറി ഇതിന്റെ രാമനാഥനെയും സ്വാമിനാഥനെയും തോപ്പിച്ചത് ഞാൻ മറക്കണോ. പക്ഷേ ചെയ്തു വന്നപ്പോ ആള് മാറി. എല്ലാവരും അഭിനന്ദിച്ചു. ജയശ്രീയുടെ ഭീമന്റെ കലക്കി. പക്ഷെ ഞാൻ അവിടെ ചമ്മിയൊന്നുമില്ല, മുഖത്ത് ഒരു ഭാവമാറ്റം വരുത്തിയില്ല. ഞാൻ എന്റെ NN പിള്ളയെ ആവാഹിച്ച ഭീമൻ രഘുവിൽ കൊടുത്ത് ഭീമൻ പിള്ളയാക്കിയതിൽ ഞാൻ ഹൃദംഗ പുളകിതയായി. പിന്നെ ഭാര്യയും ഭർത്താവിനും ഇടയിലുള്ള ആ സ്നേഹത്തിന്റെ മാറ്റം, അതിന്റെ കാരണം നമുക്കൊന്ന് നോക്കാം. അതെന്നാന്ന് പറയട്ടെ, ഈ പ്രേമിക്കുമ്പോഴേ പെണ്ണിന്റെ കുറവുകൾ കാണൂല. അതേസമയം കെട്ടിക്കഴിയുമ്പോ ഈ കാണൂലയിലെ ലായങ്ങ് മാറും, പിന്നെ കുറവുകളേ കാണും. പക്ഷെ എന്റെ ശങ്കരേട്ടൻ അങ്ങനല്ല കേട്ടോ. അന്നും ഇന്നും എന്നോടുള്ള സ്നേഹത്തിനും മതിപ്പിനും ഒരു മാറ്റവും വന്നിട്ടില്ല. എന്നാന്നോ, കല്യാണ നിശ്ചയ ദിവസം പുള്ളി എന്നെ നോക്കി പാടി, തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയം ബിന്നു മുടക്കും ഞാൻ. ഇന്നലെ ഞങ്ങളുടെ 30ാം വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. പുള്ളി എന്നെ നോക്കി ഒരു പാട്ട്, തൈക്കളവി 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 എൻ തൈക്കളവി. അതുകൊണ്ടേ ഞാന് ഈ തൈക്കളവി മാറ്റി മോഡേൺ കിളവി ആവാൻ അങ്ങ് തീരുമാനിച്ചു. ഞാൻ എന്റെ ഭാഷ ഒന്ന് മാറ്റി പിടിക്കാനായിട്ട് തീരുമാനിച്ചു. നമ്മുടെ ഈ അയലത്തെ അദ്ദേഹം സിനിമയില് ജയറാം ഗൗതമിയുടെ ബ്ലൗസിന്റെ പുറകിലത്തെ ആ ജനല് കണ്ടൊന്ന് ഞെട്ടുന്നില്ലേ? ഓർക്കുന്നില്ലേ? ജനല് കണ്ടിട്ട് ഒറ്റ ഞെട്ടലായിരുന്നു. എന്നാ ഇതിന് ഞെട്ടണ്ട, ആ ഫാഷൻ മാറി. ദേ ജനൽ അടച്ചു. ഇനിയിപ്പം നിങ്ങളുടെ മുഖത്തെ ഭാവമാറ്റം വന്നിട്ട് വെക്കുന്നതിന് മുമ്പ് ഞാൻ സ്ഥലം കാലിയാക്കുക. നന്ദി, നമസ്കാരം. സ്ഥലം കാലിയാക്കണ്ട, അവിടെ നിന്നോ. ഞങ്ങൾക്ക് കുറെ വർത്താനം പറയാൻ തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് ചേച്ചിയുടെ വർത്താനം കേട്ടിട്ട് ഇനിയും വർത്താനം പറയാനാ തോന്നുന്നത്. ഇനിയും വരാം. ശരിക്കും കോട്ടയം തന്നെയാണോ? കോട്ടയം വാകത്താനം. വാകത്താനോ? യൂതേ നമ്മുടെ അടുത്തുള്ള ആൾക്കാരെയൊക്കെ കണ്ടുപിട്ടി. അവിടെ ഇങ്ങനെ കുറെ ഉണ്ടല്ലേ കലാകാരന്മാര് കുറെ പേര്, കലാകാരികളും. അതല്ലേ ഞാൻ ചോദിച്ചത്, അങ്ങനെ കുറെ കലാകാരന്മാരുള്ള സ്ഥലമല്ലേ എന്ന് ചോദിച്ചതാണ്. വീട്ടിലായിരിക്കേണ്ട ചേച്ചി? വീട്ടിലെ ഹസ്ബൻഡ്, ഒരു മോള് മാരീഡാണ്, മോന്. പക്രചേട്ടനും അതെ കോട്ടയം തന്നെയാ. പിന്നെ എനിക്കറിയാം. നിങ്ങൾ പരിചയം ഉണ്ടേനും? ഇല്ല, ഇവിടെ വെച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കാണുവാണ്, പെർഫോമൻസ് ആദ്യമായിട്ട് കാണുവാണ്. ഇല്ല, ഇതിൽ പറഞ്ഞ ശങ്കരേട്ടൻ എന്നുള്ളത് ഒറിജിനൽ പേര് തന്നെയാണ്, ശങ്കരൻ നമ്പൂതിരി അദ്ദേഹത്തിന്റെ പേര്. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു. അതുപോലെ തന്നെ നല്ലൊരു രസമുള്ള ഒരു കണ്ടന്റ് എടുത്തത്. ഈ ഒരു ഏജിലുള്ള എന്ന് പറഞ്ഞാൽ സ്ത്രീകള് ഈ സ്റ്റാൻഡപ്പിലേക്ക് അങ്ങനെ അധികം വന്നിട്ടുണ്ട്, വളരെ കുറവാണ്. വിരലിലുണ്ടാവുന്ന ആൾക്കാരെ നമ്മൾക്ക് കണ്ടിട്ടുള്ളൂ. പിഷുവിന്റെ ഷോയിൽ എത്ര പേര് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും അത് വളരെ കൈയടക്കത്തോടെ ഒരു സ്വന്തമായ ഒരു ശൈലിയും നല്ല രസമായിട്ട് അതിനകത്ത് കുറച്ച് ഹ്യൂമറും പറ്റുന്ന കുറച്ച് സംഗതികളും ചേച്ചിയുടെ കുറെ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിനകത്തിട്ടുണ്ട്. നമ്മുടെ കോട്ടയംകാരുടെ ചില പൊടിക്കൈകളും ആ ടോട്ടോ ടൂട്ടും ഒക്കെ കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ടോട്ടോ ഇല്ലല്ലോ. ഇല്ല. അതെ, എന്നെ സാറിനെ അനുകരിച്ചത് നേരാണോ? ഏതെങ്കിലും സ്റ്റേജിൽ പോയി മിമിക്രി ചെയ്തിട്ടുണ്ടോ? അല്ല, ഞങ്ങളുടെ സഭയുടെ ഒരു മത്സരത്തിന് അയച്ചു കൊടുത്ത് സെലക്ഷൻ കിട്ടി. പക്ഷെ പോകാൻ പറ്റില്ല, ഇവിടെ ഗ്രൂമിംഗ് അല്ലായിരുന്നു, പോകാൻ പറ്റില്ല. ഏതെങ്കിലും ആർട്ടിസ്റ്റിനെ ചെയ്യുമോ? ഞാൻ എങ്ങും വേദി ചെയ്തിട്ടില്ല, അത്രയും ധൈര്യം ആയില്ല. ഇല്ലല്ലേ? അല്ല, കവിത മറ്റേ ബാക്കിയെല്ലാം പങ്കെടുക്കും. റബ്ബർ ബോർഡിലെ മത്സരത്തിനും ഒക്കെ പങ്കെടുക്കാറുണ്ട്. റബ്ബർ ബോർഡിൽ എങ്ങാണ്ട് ജോലിയുണ്ട് കോട്ടയത്ത് റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള സെൻട്രൽ വുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറിയിലെ ക്വാളിറ്റി കൺട്രോൾ വിഭാഗത്തിലാണ് വർക്ക് ചെയ്യുന്നത്. നല്ല ജോലി, അതിനൊപ്പം തന്നെ
കലാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമാ. ആദ്യമായിട്ടാണ് ഒരു റിയാലിറ്റി ഷോയിൽ വന്നിട്ട് ഇങ്ങനെ 1-2 വേദിയിൽ പിന്നെ നമ്മുടെ പരിപാടി ടിവിയുടെ നമ്മുടെ ഫണ്ട്സ് ഫണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 3 എപ്പിസോഡ് വന്നായിരുന്നു. ചെയ്തിരുന്നു. അതിനകത്തൊക്കെ വിവാദ എപ്പിസോഡുകളാ, വിപ്ലവകാരിയാ. പിന്നെ ഒരു ദിവസം എന്തോ പറഞ്ഞിട്ട് വൈറലായിട്ട് അതിന്റെ കമന്റ് മുഴുവൻ ചീത്തവിളി കേട്ടിട്ട് തിരിച്ചു വന്നിട്ട് സങ്കടം പറയുന്നുണ്ടായിരുന്നു. നാട്ടുകാരത്തിന് എന്നെ ചീത്ത വിളിക്കുന്നതിനൊക്കെ ചോദിച്ച് സങ്കടം പറയാ. ഡിപ്രഷൻ മൂഡ് അടിച്ചിട്ട് കമന്റ് ബോക്സ് ഓഫ് ചെയ്യിപ്പിച്ചു. ഈ വർത്താനം പറയുമ്പോ അല്ല, ഈ സ്ക്രിപ്റ്റ് ഒക്കെ ആരാ ചെയ്തത്? സ്വന്തമായിട്ട് ഞാൻ എഴുതുവാണോ? തന്നെ എഴുതും. ഈ പിഷു പറഞ്ഞൊരു വിപ്ലവകാരി ഉണ്ടോ ഉള്ളില്? വിപ്ലവകാരിയുണ്ട്. ആണോ? ആ പിന്നെ ഈ കോളേജ് സമയത്തൊക്കെ എങ്ങനെയായിരുന്നു? രാഷ്ട്രീയത്തിലേക്ക് ഉണ്ടായിരുന്നോ? രാഷ്ട്രീയമല്ല, കലാമത്സരത്തിനെല്ലാം പങ്കെടുക്കും. ചെറിയൊരു കലാതിലകൻ ഞാനും ആയിരുന്നു CMS-ലെ. ആ, അത് പറയട്ടെ, അതാ പ്ലസ് ടു തൊട്ട് PG വരെ കോട്ടയം CMS കോളേജിലാണ് പഠിച്ചത്. ഡാൻസ് നമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഡാൻസ് അല്ല, കവിത, പദ്യപാരായണം, അങ്ങനത്തെ കവിത. പിന്നെ ലളിതഗാനം. എനിക്കും നമ്മളൊക്കെ ഒരേ കാലഘട്ടത്തിലായിരിക്കും അല്ലേ? അതെ അതെ തോന്നുന്നു. നമ്മുടെ എപ്പിസോഡുകളൊക്കെ ഈ ശങ്കരൻ ചേട്ടൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ശങ്കരൻ ചേട്ടൻ സജഷൻസ് തരുമോ എന്തെങ്കിലും ഒക്കെ നല്ലോണം? ഇതൊക്കെ തമാശയാണോന്ന് ചോദിക്കും. അത് ഞങ്ങളൊക്കെ വീട്ടിൽ കേൾക്കുന്നത് തന്നെയാ. ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് ഇത് പരിപാടിക്കാരനൊന്നും നടത്തില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോ എന്റെ അമ്മ എന്റെ ഒരു പഴയ പരിപാടിയുടെ CD എടുത്ത് കൊടുത്തേക്കുന്നത്. ഭാര്യയ്ക്ക് വല്ല കാര്യമുണ്ടോ? അവിടെ ഇതിട്ട് കണ്ടിട്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യുമോന്ന്. ഞാൻ പെൺവേഷം കെട്ടി തുള്ളുന്നു, മറിയുന്നു, തലകുത്തി ചാടുന്നു. പിന്നെ ഒറ്റ പ്രാർത്ഥനയുള്ളൂ, പുള്ളി കമന്റ് ബോക്സ് വായിക്കല്ലേന്ന്. ആ അമ്മന്റെ ഒരു 8 എണ്ണം പുള്ളിയുടെ ഫേക്ക് ഐഡി ആണെന്ന് അവർ പറഞ്ഞു കേൾക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് ചെന്നാലോ? എന്താ ഞാനിതിനെ അങ്ങോട്ട് വന്നത്? നമുക്ക് അവിടെ പോയിട്ട് സമ്മാനമൊക്കെ കൊടുത്ത് ചേച്ചീന്റെ നീ വാ, കൊടുത്തിട്ട് വരാം. ഞാൻ കൊണ്ടുവന്ന ആളെങ്ങനെയുണ്ട്? സൂപ്പറാ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. ഓൾറൈറ്റ്. ഭക്ഷണം തന്നെ കൊടുക്കുന്നതാണോ ബാറ്ററി ഇട്ട് വിടുന്നതാണോ? എങ്ങനെയുണ്ട് എന്റെ സ്റ്റൈൽ? സൂപ്പർ എന്ന് പറഞ്ഞാലുണ്ടല്ലോ വേറെ ലെവലിൽ പൊക്കോണ്ടിരിക്കുവാണ്. നല്ല ഉഗ്രനായിട്ടുണ്ട് കേട്ടോ. ഞാൻ ജാം കൂട്ടി തിന്നും നിന്നെ മര്യാദയ്ക്ക് ഒന്നുമില്ലെങ്കിൽ. 2 ബ്രെഡിന്റെ ഇടയിൽ ജാമിന്റെ കൂട്ടത്തിൽ നിന്നെ കൂടെ ഇട്ട് തിന്നും കൊണ്ട് മര്യാദയ്ക്കിരുന്നു. അപ്പം ശങ്കരൻ ചേട്ടന് ഒരു ഷർട്ട് കൊടുക്കുകയാണ്. കൊടുത്തു വിട്ടിട്ടുണ്ട്. ലണ്ടൻ ക്ലാസിക്കിന്റെ അടിപൊളി ഷർട്ടാണ്. ഓക്കെ, ആരാന്ന് ചോദിക്കുന്നില്ല, ആളാരെന്ന് മനസ്സിലായി. ഞാനൊരു പാൽക്കാരനാണ്, മനസ്സിലായി. കറവക്കാരനാണ്. അപ്പുറത്ത് കറങ്ങാൻ വന്നപ്പോ ഇവിടെ സാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ചാൽ കയറിയതാ. കൊള്ളാം, ഭയങ്കര സെറ്റപ്പ് ഇത്. നമുക്കൊക്കെ ഇവിടെ പാക്കറ്റ് പാലാന്ന് തോന്നുന്നു ചായയൊക്കെ തരുന്നത്. നിങ്ങൾക്ക് അങ്ങനെയാണ് ഇവരുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് നമ്മുടെ ക്രൂവിന് ഞങ്ങൾക്കൊക്കെ നല്ല പശുമ്പാല് തന്നൂടെ? ഉപകാരമായിരിക്കും, ചെയ്യാം. ഞങ്ങൾക്ക് അതൊരു ഉപകാരമായിരിക്കും. തീർച്ചയായിട്ടും ചെയ്യാം. എന്റെ പേര് വീട്ടിൽ വിളിക്കുന്ന പാലുണ്ണി, അമ്മ വിളിക്കുന്നത് പാലുണ്ണി എന്ന് പറയുന്നത് മേത്ത് വരുന്ന ഒരു കുരു, അങ്ങനെ ഒരു സാധനമല്ലേ? ഞാൻ വീട്ടിൽ നിന്ന് കുരു, അതുകൊണ്ട് അമ്മ ഇട്ട പേരാ പാലുണ്ണി. പിന്നെ കൂട്ടുകാരൊക്കെ മണ്ണുണ്ണി എന്ന് വിളിക്കും. എന്റെ യഥാർത്ഥ പേര് ഉണ്ണുണ്ണി. ഉണ്ണുണ്ണി. വീടെവിടാ? വീട് പാല. പാത്രത്തില് പാല. പാല, അത് ബാല, അത് ബാലയാ. പിന്നെ പശുവിനെ കൊണ്ടൊക്കെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ആരും കേട്ടിട്ടില്ല ഇതൊക്കെ, അത് പറയാറില്ല. അതുകൊണ്ടാ 2 കൊടുത്താൽ 5 തരും പശു. 2 കൊടുത്താൽ 5 തരും. അങ്ങനെ തരും. എങ്ങനെയാ? അതായത് നമ്മള് ശകലം പച്ചപ്പുല്ലും ശകലം കാടിയും കൊടുത്താൽ പശു 5 ഐറ്റം നമുക്ക് തരും. എന്തൊക്കെയാ 5 ഐറ്റം? അത് പാല് തരും, വെണ്ണ തരും, തൈര് തരും, നല്ല പച്ചചാണകം തരും, പിന്നെ ബോണസ് ആയിട്ട് കുറച്ച് ഗോമൂത്രം തരും. അടിപൊളിയല്ലേ? വെണ്ണ തരും, തൈര് തരും. നിങ്ങളുടെ തൈര് കറന്നെടുക്കാറുണ്ടോ നിങ്ങള്? നമുക്ക് പാല് കിട്ടിയിട്ട് പിന്നെ അത് വെണ്ണയും തൈരും ഒക്കെ ആക്കുമല്ലേ, അല്ലാതെ പശു നേരിട്ട് നമുക്ക് തൈര് തരുന്നില്ലല്ലോ. അങ്ങനെ പാല് കിട്ടിയിട്ടാണല്ലോ ഇതിനെങ്ങനെ വേർതിരിച്ചെടുക്കുന്നത്. അപ്പൊ അത് ഐറ്റമായിട്ട് കൂട്ടാമല്ലോ. അങ്ങനെ അതാണ് ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ഒരു വലിയ ഭാഗ്യമാണ്. കാരണം ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഹർത്താലൊക്കെ വരുമ്പോഴേ പാലും പത്രത്തും ഒഴിവാക്കി കിട്ടും. നമുക്കൊന്നും എവിടെ പോകാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ഹർത്താലിന്റെ ദിവസം ഈ പാത്രം ഉണ്ടെങ്കിൽ എവിടെ വേണേലും പോകാനായിട്ടുള്ള സൗകര്യം. അതെ അതെ, എന്നും പറഞ്ഞ അങ്ങോട്ട് കയറി കൊടുക്കണം ഹർത്താലിലോട്ട്. വെറുതെ ഇങ്ങോട്ട് ഒറ്റ അടി എവിടെയെങ്കിലും. പിന്നെ ഞാൻ ഇവിടെ നേരെ വിദേശത്തേക്ക് വിടുവായിരുന്നു. ഇവിടെ നിന്നിട്ട് കാര്യമില്ല, വഴക്കും പോലീസ് കേസായ പിന്നെ വഴക്കാവും. ഇവിടുത്തെ കറവയും വിദേശത്തെ കറവയും തമ്മിലുള്ള വ്യത്യാസം എന്താ? അയ്യോ, സാറിന് അറിയത്തില്ലേ? സാറേ, ഞാൻ വിസയായിട്ട് അവിടെ ചെന്നപ്പം ശരിക്കും എനിക്ക് കിട്ടത് കറവക്കാരന്റെ വിസയാ. ചെന്നോണ്ട് പാത്രം തന്ന ഒരു കുറെ ഒട്ടകത്തിന്റെ കൂട്ടത്തെ കണ്ടിട്ട് നീ അങ്ങോട്ട് കയറിക്കോ, ഇഷ്ടമുള്ള അത്ര കറന്നുകൊണ്ട് വരാൻ പറഞ്ഞു. നമ്മളിവിടെ പശുക്കൾ എന്ന് പറഞ്ഞാല് ഇങ്ങനെ അങ്ങോട്ട് ഇരുന്നിട്ട് നമ്മളിങ്ങനെ കുന്തക്കാലം ഇരിക്കും. എന്നിട്ട് ഈ പാത്രം ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ശകലം വെണ്ണ എടുത്ത് അകടിലോട്ട് അങ്ങ് തേക്കും. ഇത് വെള്ളം ഒഴിച്ച് കഴുകി നമ്മളേക്ക് പിടിച്ച് 2 കൈക്കും കറക്കും. ഇങ്ങനെ കറക്കും, ഇരുന്നുണ്ടാ. പക്ഷെ ഒട്ടകം അങ്ങനല്ല,
ഒട്ടകത്തിനകത്ത് 3-ാം നിലയിലേ ഇരിക്കുന്നത്, നമ്മുടെ കൈ പോലും എത്തത്തില്ല. അത് ശരി. നമ്മളപ്പോ ഏണി വെച്ച് ചാരി ഇതൊക്കെ കയറണം. അപ്പൊ പാത്രം കൊണ്ട് ഇങ്ങനെ ഏണി വെച്ച് കയറുമ്പോ ഒട്ടകം നടക്കും, നമ്മള് അടി പറഞ്ഞ് പിന്നെ പിടിച്ചു നിർത്തും. മലയാളം വരത്തില്ല, അറബി പറയണം. പിടിച്ചു നിർത്തും. പിന്നെ ഈ ഏണിയെ കയറും. ഒരു ദിവസം കറന്നുകൊണ്ട് കയറി കറവ് തുടങ്ങിയപ്പോഴും ഈ ഒട്ടകം ഈ ഇടതുകാലിന് ഒറ്റയടി ഏണിക്കിട്ട് പാത്രവും ഞാനും ഏണിയും കൂടെ അടിച്ചു വലിയ താഴെ ഒരൊറ്റ ചവിട്ടാ. 3 മാസം അവിടെ ഞാൻ നിന്നു. പക്ഷെ തിരിച്ചു വന്നപ്പം 3 വർഷമായി. എന്നാ ചവിട്ടുകൊണ്ട് കോമയിലായി പോയി. 3 വർഷം കഴിഞ്ഞാൽ ബോധം വന്നത്. ഓ, അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നത്. ഇനി ഇത്ര കഷ്ടപ്പെട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നത് എന്തിനാ? അത് നിൽക്കുന്ന അത് വലിയൊരു അതിന് പിന്നിലൊരു ചരിത്രമുണ്ട്. അതെ, പണ്ട് ഞങ്ങളുടെ നാട്ടിലെ 17 വയസ്സുള്ള ഒരു പാൽക്കാരൻ പയ്യൻ അവനെ ലേഡീസ് കോഴ്സിൽ പാൽ കൊണ്ട് ചെന്നപ്പോൾ 5 പെണ്ണുങ്ങൾ കൂടി പീഡിപ്പിച്ച് അങ്ങ് കൊന്നു. അത് കേട്ട വാർത്ത കേട്ടപ്പോഴേ ഞാൻ നേരെ ഈ പാൽപാത്രം കൊണ്ട് നേരെ ഫീൽഡിലോട്ട് ഇറങ്ങുക. അന്ന് എനിക്ക് 17 വയസ്സാ. കാരണം ചാകുന്നെങ്കിൽ സൂചിച്ചങ്ങ് ചാകാന്ന് വിചാരിച്ചു. ഇപ്പൊ എത്ര വയസ്സായി? 65 വയസ്സായി. ഇത്രയും കാലമായിട്ടും ഒരു 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 അറ്റാക്ക്, ഒരു ഒറ്റയ്ക്കോ പെട്ടയ്ക്കോ അല്ലെങ്കിൽ കൂട്ടമായിട്ടോ ആരും ഇതുവരെ ആക്രമിച്ചിട്ടില്ല. എന്നാൽ ഞാൻ വല്ല ലേഡി ഹോസ്റ്റലിന്റെ വാതിക്കെ കൂടി ഇങ്ങനെ സൈക്കിളിൽ പോകുമ്പോൾ ബെല്ലടിച്ച് നോക്കും, അറ്റാക്ക് വരുന്നില്ല. ഞാൻ ഇതുപോലെ ഇവിടെ കോളേജ് ഉണ്ടല്ലോ, പെണ്ണുങ്ങളുടെ കോളേജ്, അതിന്റെ വാതൊക്കെ എന്നും തേരാ പറഞ്ഞ് നടക്കും എങ്ങനെയുള്ള അറ്റാക്ക് വരാൻ വേണ്ടി. 65 വയസ്സായി, പ്രതീക്ഷ വിട്ടിട്ടില്ല. ഇപ്പോഴും ഞാൻ അങ്ങനെ അങ്ങ് പോവാ. ഞങ്ങളെന്താ ചെയ്യണ്ടേ? ചെയ്യേണ്ട മറ്റൊന്നുമില്ല. ലേഡീസ് കോഴ്സിൽ വല്ലതും കർമ്മക്കാരനെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം. അവിടെ ചോദിക്കോ, അവരൊക്കെ എല്ലാം അറിയാം. ഈ എലീനെ പഠിക്കാനില്ലേ, തൊട്ടടുത്ത് തന്നെ ഒരു ലേഡീസ് ഹോസ്റ്റൽ ഉണ്ട്, അത് പഠിക്കാനില്ല. അങ്ങനെ ഒപ്പിച്ചെന്നാൽ ഞാൻ എന്നും ഒരു 3 ലിറ്റർ പാല് വീടിന്റെ പാതൊക്കെ ചൂടോടെ കൊണ്ടുവച്ചിട്ട് ഓടിക്കോളാം. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല ചേട്ടാ. ഞാനിങ്ങനെ ആലോചിച്ച് എടുത്തു കഴിഞ്ഞാലും എനിക്ക് സ്കൂളുണ്ട്, പക്ഷെ അത് ചെറിയ പിള്ളേരുടെയാണ്. പിന്നെ ഒരു അമ്പലം, യെസ്, ഒരു സ്ഥലമുണ്ട്. പക്ഷെ ആൾക്കാർ കുറച്ച് കൂടുതലാണ്. സ്ഥലമുണ്ടോ? ഒരു 8 പേര് സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാകാറുണ്ട്. സ്ത്രീകള് അവന് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. 8 പേരോളം അവിടെ ഉണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. പക്ഷെ അവർക്ക് ഈ പാലിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. ക്വാളിറ്റി ആയിട്ടുള്ള പാല് വേണം കൊടുക്കാൻ. അയ്യോ, എന്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ചോ, മണ്ണുണ്ണിയുടെ പാലെന്ന് സൂപ്പർ പാലാ, ഉഗ്രം പാലാ കൊടുക്കത്തുള്ളൂ. ഏകദേശം ഒരു 3 നേരമെങ്കിലും കൊടുക്കേണ്ടി വരുമായിരിക്കും. അത് കൊടുക്കാം, അത് ഇഷ്ടംപോലെ കൊടുക്കാം. പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളേ? പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. ദോഷം. ചേട്ടൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അറ്റാക്കും ഒക്കെ അവിടുന്ന് കിട്ടുകയും ചെയ്യും. അതെ, സന്തോഷം. സന്തോഷമായി. അങ്ങനെയാണെങ്കിൽ വട്ടിയൂർക്കാവ്. അപ്പൊ ഒരു കാര്യം, നാളെ തന്നെ എനിക്ക് വേണം ജോയിൻ ചെയ്യാലോ? ഓ, നാളെയോ ഇന്ന് വൈകിട്ടോ എങ്ങനെയാന്ന് വെച്ചാ. സന്തോഷം. വട്ടിയൂർക്കാവിൽ എവിടെയാന്ന് പറഞ്ഞ? വട്ടിയൂർക്കാവിൽ ചെന്ന് ആരോട് വേണമെങ്കിലും ചോദിച്ചാൽ മതി. വനിതാ പോലീസ് സ്റ്റേഷൻ എവിടാന്ന് ചോദിച്ചാൽ മതി, അവര് കാണിച്ചു തന്നു. അത് ശരി. അപ്പൊ കോഴിക്കോട് കാണാൻ പരിപാടി ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. അപ്പൊ ചേട്ടന്റെ കാര്യത്തിൽ തീരുമാനമായല്ലോ. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. വേറെ ഒന്നുമല്ല, സീരിയസ് ആയിട്ടിരിക്കുന്ന മനുഷ്യ, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അതെ, ആലോചിക്കുക, ഞാൻ വട്ടിയൂർക്കാവ് വന്ന പോയി എന്ന് അന്വേഷിച്ചാലോ എന്ന്. ചിന്തിച്ചിരിക്കുവാണെങ്കിൽ വട്ടിയൂർക്കാവ് ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞാണ്. നമുക്കപ്പം അടുത്ത ദിവസം കോമഡി മാസ്റ്റേഴ്സുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.